ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ചേട്ടൻ ഇങ്ങനെ വെറ്റില കുളിപ്പിച്ചെടുക്കുകയായിരുന്നു കേട്ടോ. നല്ല വേനലിൽ നമ്മൾ ഇതുപോലെ വെറ്റിലേക്ക് വാടാതെ ഇങ്ങനെ ചീത്തയാവാതെയൊക്കെ നീക്കുന്നത് ഇങ്ങനെ നനച്ചെടുത്തിട്ടാണ് കേട്ടോ ദിവസവും നല്ല രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നനച്ച് കൊടുക്കാറുണ്ട്. നല്ല ചൂടല്ലേ, പിന്നെ ഈ ഭാഗത്തേക്ക് നല്ല ചൂടും വെയിൽ നല്ല രീതിയിൽ വരും ചെയ്യും. അങ്ങനെ അതുകൊണ്ട് നല്ലപോലെ ഇങ്ങനെ നല്ലപോലെ വീശി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ എണീറ്റ് വന്നത്. ഇപ്പോൾ സമയം ഏകദേശം 6 മണിക്ക് ആയിട്ടുള്ളൂ. 6 മണി കഴിഞ്ഞു, 6:30 ആവണേ ഉള്ളൂ. 6:30 ആയി തോന്നണോ, അത്രയേ ഉള്ളൂ. ഞാൻ ലേറ്റ് ആയിട്ടാണ് കേട്ടോ. എനിക്ക് 6 മണി 6:30 ചില ദിവസങ്ങൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നേരത്തെ എണീക്കുള്ളൂ കേട്ടോ. കണ്ടു, ഇലയ്ക്ക് നല്ല കരുത്തോട് കൂടി ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന കാരണമാണ് കേട്ടോ. ഇത് നല്ല പോലെ ഉണ്ടായിരുന്നു പണ്ട്. ഇവിടെ ഒരു നെല്ലിമരം ഉണ്ടായിരുന്നു. നെല്ലിമരത്തിൻ്റെ കുറ്റിമയാണ് ഇപ്പോൾ ഞങ്ങൾ വെച്ചിരിക്കുന്നത്. നെല്ലിമരം ഉണ്ടായിരുന്നു, അത് വീണു നെല്ലിമരം. അപ്പോൾ അങ്ങനെയാണ് പിന്നെ കാറ് പോകാൻ ബുദ്ധിമുട്ട്, ചാഞ്ഞു വന്നിട്ട്. അപ്പോൾ അത് വെട്ടി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വെള്ളത് ഇങ്ങനെ വീണിരിക്കുന്നത്. ഒരു മഴ പെയ്യുന്ന ഒരു പ്രകൃതി അല്ല എന്താ പറയുക, മഴ പെയ്യുന്നൊരു പ്രകൃതി അല്ലല്ലോ, പ്രതീതി എനിക്ക് ഉണ്ടാക്കി. ഇതിങ്ങനെ കണ്ടപ്പോൾ മഴ പെയ്യാന്ന് ഒരു തോന്നൽ, അതുകൊണ്ട് അത് കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇന്നലെ അങ്ങോട്ട് വൈകിട്ട് പോകുമ്പോൾ കുട്ടികളിങ്ങനെ മാങ്ങ പൊട്ടിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ കുറേ മാവും കാര്യങ്ങളുണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ്റെ വീട്ടിലെ തിരുളക്കാവിൽ. അപ്പോൾ അവിടെ മാങ്ങയൊക്കെ കുട്ടികളിങ്ങനെ മാങ്ങ എറിഞ്ഞ് പൊട്ടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അച്ഛങ്ങനെ ഓളിയിടും, ആരാടത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ കുട്ടികളൊക്കെ പൊട്ടിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയതാ. അത് കഴിഞ്ഞ് ഇന്ന് കോവയ്ക്ക് ഉപ്പേരിയാണ് കേട്ടോ ഞാൻ വയ്ക്കുന്നത്. കോവയ്ക്ക് ഉപ്പേരി നന്നാക്കി അത്യാവശ്യം നല്ല കോവയ്ക്കായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ നന്നാക്കി വൃത്തിയാക്കി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കോവയ്ക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി വെച്ചിട്ട് അടച്ച് വെച്ച് അങ്ങ് എടുക്കട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കോവയ്ക്ക് ഉപ്പേരി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക കേട്ടോ. എത്ര കഴിച്ചാലും മതിയാവാത്ത ഒരു ഫുഡുകളിൽ ഒന്നാണ് കോവയ്ക്ക ഉപ്പേരി. അത് മാത്രമേ കൂടുതൽ ഇഷ്ടമുള്ളൂ കേട്ടോ. പിന്നെ മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്ന് വെക്കാനായിട്ട് തീരുമാനിച്ചേക്കണം ഞാൻ. അങ്ങനെ മാമ്പഴ പുളിശ്ശേരി തൊലിയൊക്കെ കളഞ്ഞ് ഒരു ശർക്കര ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുക്കറിൽ വേവിച്ചെടുക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ നല്ലപോലെ വെള്ളരിക്കും കൂടി ഇട്ടിട്ടാണ് മാമ്പഴ പുളിശ്ശേരി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളരിക്ക നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, കട്ടിയും കുറഞ്ഞ രീതിയിൽ നമ്മളങ്ങ് ചെയ്തെടുക്കും കേട്ടോ. ഇത് നന്നാക്കി എടുത്തിട്ട് അത് കുക്കറിലേക്ക് വേവിച്ചെടുത്ത് മാങ്ങയുടെ കൂടെ ഇട്ട് വേവിച്ച് ഒരു വിസിലടിപ്പിക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ പാത്രങ്ങളൊക്കെ ചട്ടപ്പട്ട എന്ന് കഴുകാണ്ട് എനിക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ, വേഗം കുളിച്ചിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും കുക്കറിൽ മാങ്ങയും പിന്നെ അതുപോലെ വെള്ളരിക്കൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് അത്യാവശ്യം കുറച്ച് അരപ്പാണ് തയ്യാറാക്കാനുള്ളത്. അരപ്പിലേക്ക് കുറച്ച് നാളികേരം, കുറച്ച് തൈര്. ഇത് അന്ന് വാങ്ങിച്ചത് തന്നെയാണ് കേട്ടോ, ഒരു തൈര് പാക്കറ്റ് അന്ന് മേടിച്ചത് തന്നെയാണ്. തൈര് വാങ്ങിച്ചിട്ടുണ്ടായി. അതിലേക്ക് കുറച്ച് നാളികേരവും ചേർത്ത്, തൈരും കുറച്ച് നാളികേരവും പിന്നെ കുറച്ച് ജീരകവും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ അരപ്പിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കും. ഇതുവരെ നമ്മൾ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം, മുളക് പൊടി ചേർത്തിട്ടേ ഇല്ല. മഞ്ഞൾപ്പൊടിയിലും ഉപ്പിലും അതേപോലെ ശർക്കരയിലാണ്. അരപ്പൊക്കെ നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഞാൻ പിന്നെ കൂട്ടാൻ കാച്ചെടുക്കും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉലുവയും വറ്റൽമുളകും ചേർത്തിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് എടുത്ത് ഒഴിക്കും. ഇതാണ് അതിൻ്റെ ടേസ്റ്റ്. നല്ല ടേസ്റ്റാണേ. വേറെ പൊടികളൊന്നും ചേർത്തില്ല. ഇത് ഞാൻ ചോറുണ്ടാനാണെന്ന് വിചാരിച്ചു. സുടാ ചോറുണ്ട്, സുടാ ചോറാണ്. ഇപ്പം തന്നെ ആക്കിയില്ലല്ലോ. അപ്പോൾ നമുക്ക് നല്ലപോലെ ഊണ് കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്, അപ്പോൾ നല്ല രീതിയിൽ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കുർഗിയ എന്ന് പറയില്ല, നമ്മുടെ വെള്ളരിക്കും മാങ്ങയും ചേർത്ത നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കിയ നല്ല ചൂടുള്ള, ശരിക്കും പറഞ്ഞാൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് തണുക്കണം. അപ്പം അതാണ് അതിൻ്റെ ഒരു സ്വാദ്. പക്ഷെ ഞാൻ തണുക്കാനൊന്നും നിൽക്കുന്നില്ല. ഞാനിങ്ങനെ ചൂടോടുകൂടി ഇങ്ങനെ ചോറിലേക്ക് ഒഴിക്കുകയാണ്. എനിക്ക് തണുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ വിശപ്പിൻ്റെ വിളി വല്ലാണ്ടായി പോയേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ചൂടോടുകൂടി ഇങ്ങനെ ഈ വേനൽക്കാലത്ത്, ഇനിയിപ്പോൾ നമ്മൾ അടുത്താഴ്ച വിഷുവിൻ്റെ സമയത്ത് ഇത് തന്നെയാണ്. പക്ഷെ എന്നാലും വേനൽക്കാലത്ത് ഇതിലും നല്ലൊരു ഭക്ഷണം വേറെയില്ല.
പിന്നെ കഴിഞ്ഞില്ല കേട്ടോ, നമ്മുടെ കോവയ്ക്ക ഉണ്ടല്ലോ, നമ്മുടെ സ്വന്തം കോവയ്ക്ക കറി വെച്ചത്. നല്ല ടേസ്റ്റിയാണ്. കോവയ്ക്കൊക്കെ ഭയങ്കര സ്വാദാണ് എപ്പോഴും. ശരിക്കും മാമ്പഴ പുളിശ്ശേരിയുടെ കൂട്ടെന്ന് പറയണത്, കൂട്ട് എനിക്ക് തോന്നിയിട്ടില്ല ചക്കക്കുരും കൈപ്പക്കായും ചേർത്തിട്ടുള്ള ഒരു കൂട്ടാണ് എനിക്ക് കൂടുതലായി ഇഷ്ടമുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റാണത്. അപ്പം ചക്കക്കുരും കൈപ്പക്കായും. പിന്നെ ഇവിടെ ആണെങ്കിൽ അച്ചാർ ഇട്ടിട്ടില്ല. അച്ചാർ വേണ്ട, ചേട്ടന് പ്രഷർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അച്ചാർ ഇപ്പോൾ കഴിക്കൽ നിർത്തി കേട്ടോ. എനിക്ക് അച്ചാറില്ലാതെ പറ്റണില്ല. ഇപ്പം മീൻ മേടിച്ച് കറി വെച്ചൊക്കെ കഴിക്കും. പിന്നെ നമുക്ക് ഇന്നലെ മിഞ്ഞാന്ന് അങ്ങോട്ട് വെച്ച ചുരക്ക ചെമ്മീൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. എനിക്ക് വായലിങ്ങനെ വെള്ളം വരിക, ഇതിങ്ങനെ കുഴയ്ക്കാൻ വേണ്ടിയിട്ടേ. അത്ര സ്വാദാണിത് കഴിക്കാനും എല്ലാം. അപ്പം ഞാനെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ധാരാളം സംസാരിക്കണം എന്നുണ്ട് ഇപ്പോൾ തൽക്കാലം ഞാനൊന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ. മഴക്കാരും വെയിലും ഇതൊക്കെ കണ്ട് പുറത്തേക്ക് വന്ന് നല്ല മഴക്കാരുണ്ട്, കാറ്റുണ്ട്. അപ്പം ഏകദേശം മഴ കാറ്റ് കൊണ്ട് പോവും. അപ്പം തുണികളെല്ലാം ഞാൻ തോരയിട്ട് വെച്ചു. നേരത്തോടെ ഞാൻ തോരയിട്ട് വെച്ചിട്ടുണ്ടായി. കാറ്റ് വീശുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ വന്നതാണ്. ഇലക്ഷൻ കാരണം എല്ലാവരും പ്രസംഗിച്ച് താരി അടിച്ച് നടക്കുക. എനിക്കാണെങ്കിൽ ഈ വർഷവും എനിക്കിവിടെ വോട്ടില്ല, എവിടെയും വോട്ടില്ല. അപ്പുറത്ത് ബൂത്തിലുണ്ട് കേട്ടോ. ഞാൻ ചെയ്യില്ല വിചാരിച്ചു. അപ്പം അങ്ങനെ എൻ്റെ ഷർട്ടും കാര്യങ്ങളും വന്ന് മുകളിൽ കയറി വന്നപ്പോൾ വെയിലുണ്ട്. പിന്നെ താഴോട്ട് ഇറങ്ങി പോവാം. ഞാൻ ഈ ഷാമ്പൂ ഈ കുപ്പിയിൽ ഒഴിച്ച് വെച്ചിരിക്കട്ടെ. ഷാമ്പൂ ഞാൻ മീഷോന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ കുറച്ചധികം ഷാമ്പൂ മേടിച്ചു, ഡ്രസ്സ് കഴുകാൻ വേണ്ടി മാത്രം. അപ്പം അതൊക്കെ ഒഴിച്ച് വെച്ചു. അപ്പോൾ അതൊക്കെ ഇവിടെ ഒഴിച്ച് വെച്ച് നടക്കാം. ഇപ്പോൾ അവർ ഇവിടെ വർത്തമാനം പറയുന്നുണ്ട്. അങ്ങനെ മാങ്ങയൊക്കെ ഉണ്ടായി. താഴത്ത് നിൽക്കുന്ന നമ്മൾ അന്ന് പൊട്ടിച്ചില്ല കേട്ടോ. കുറച്ച് മാങ്ങ മാത്രമേ നമ്മൾ പൊട്ടിച്ചിട്ടുള്ളൂ. കുറച്ച് മാങ്ങ മാത്രമേ പൊട്ടിച്ചുള്ളൂ, ബാക്കിയൊന്നും പൊട്ടിച്ചൊന്നുമില്ല. അതിൻ്റെ ആവശ്യമില്ല വെറുതെ. പിന്നെ ഇവിടെ നന്നായിട്ടുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ചുമയൊക്കെ ഉണ്ട്. ഈ മാങ്ങ നമുക്ക് താഴെ തന്നെ ഉള്ള കാരണം ഇതേപോലെ മുകളിലാണ് ഉണ്ടാവാറ്. മുകളിലുണ്ടാവുന്നതാണ് ഞാൻ പൊട്ടിക്കാനായിട്ടൊക്കെ പോവാറ്. ഞാൻ ചേട്ടൻ്റെ മുകളിൽ കയറി ബക്കറ്റ് നിറച്ച് മാങ്ങയൊക്കെ പൊട്ടിച്ച് ഒരാൾ പതുക്കുന്ന കുറച്ച് സ്ട്രെയിനൊക്കെ ചെയ്തിട്ട് ഇറക്കുകയൊക്കെ ചെയ്യുക മഴക്കാലത്ത്. ഇപ്പോൾ മുകളിലൊരു കണ്ണിമാങ്ങ പോലുമില്ല. എന്താല്ലേ കലിക്കാലം അടിച്ചൊക്കെ വരണം. വിഷു വരുന്നത് വൃത്തിയാക്കണം. കുറേ പണികളിങ്ങനെ കെടുക്കാം. ഇപ്പം ചെയ്യാം. എന്നാൽ ശരി കേട്ടോ. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.